UDFിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായ രീതിയിലേക്ക് LDF കടക്കുന്നു എന്നുള്ളതാണ് നേതാക്കളുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്നലത്തെ പ്രതികരണങ്ങളിൽ തന്നെ അതിൻ്റെ മൂർച്ചയും രീതിയും തന്നെ മനസ്സിലാക്കിയിരുന്നു. ഈ രൂപത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും പ്രതികരണങ്ങൾ വരിക എന്ന്. പക്ഷേ ഇന്നേക്ക് കാത്തുവച്ചൊരു പത്രപരസ്യമാണ്. UDF ഈ വിഷയത്തിൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്മൃതി, അതായത് തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവാദം മൂന്ന് മുന്നണികളും പ്രതീക്ഷിച്ചിരുന്നു. അത് LDF ക്യാമ്പിൽ നിന്നാണ് അതിന് തിരികൊളുത്തിയിരിക്കുന്നത്. അതാണ് ഈ അവസാന മണിക്കൂറിൽ പാലക്കാട് മണ്ഡലത്തിൽ ആളിക്കത്തുകയും എല്ലാ നേതാക്കളും പ്രതികരണമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നത് മുതൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് CPM ആണ്. അതായത് BJPക്കാൾ ഈ വിമർശനം ഉന്നയിക്കുന്നത് CPM ആണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി UDF ചെയ്യുന്നത് ലീഗ് നേതാക്കളെയും സന്ദീപ് വാര്യരെ തന്നെ രംഗത്തിറക്കി പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. BJP ഈ വിഷയത്തെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയാനാണ് ശ്രമിച്ചത്. പാണക്കാട് പോയി സന്ദീപ് വാര്യർ സന്ദർശനം നടത്തിയതിന് മാത്രമാണ് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. CPM നേതാക്കൾ ഇന്ന് പറഞ്ഞത് എന്തുകൊണ്ട് സന്ദീപ് വാര്യർ പഴയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല, RS ബന്ധം സന്ദീപ് വാര്യർ റദ്ദ് ചെയ്തു തുടങ്ങിയ ചോദ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതിനൊക്കെ തന്നെ അവർ പ്രതിരോധിക്കുന്നതെന്ന് പറയുന്നത് സന്ദീപ് വാര്യർ പറയുന്നത് താൻ ഒരു കാലത്ത് BJP ആയിരുന്നു, അതെൻ്റെ ഭൂതകാലമായിരുന്നു, അന്ന് താൻ സ്വീകരിച്ച നിലപാടുകൾ എന്ന് പറയുന്നത് BJPയുടെ നിലപാടുകളായിരുന്നു. അതുകൊണ്ട് ഇത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണ്. താൻ അന്ന് ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനം ആ ഡിജിറ്റൽ ലൈബ്രറിയിൽ അവിടെ തന്നെയുണ്ട്, താൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. സരിൻ കോൺഗ്രസ് വിട്ട് LDFിലേക്ക് പോയപ്പോൾ സരിൻ എന്തുകൊണ്ട് സരിൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ വാക്കുകൾ ഡിലീറ്റ് ചെയ്തില്ല എന്നൊരു മറു ചോദ്യം സന്ദീപ് വാര്യർ തിരിച്ചു ചോദിക്കുന്നു. അതിന് ഉത്തരം നൽകേണ്ടത് CPM നേതാക്കൾ തന്നെയാണ്. കാരണം സന്ദീപ് വാര്യരോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ സന്ദീപ് വാര്യർ തിരിച്ച് മറു ചോദ്യമാണ് സരിൻ്റെ വിഷയത്തിൽ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ലീഗ് നേതാക്കൾ പറയുന്നത് ഈ സന്ദീപ് വാര്യർ തെറ്റ് തിരുത്തിയാണ് വന്നിരിക്കുന്നത്. അത് അന്ന് BJPയുടെ കാലത്തുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ആ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കി, അത് തെറ്റായിരുന്നു എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. കോൺഗ്രസിലേക്ക് പുതിയൊരു രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ലീഗ് നേതാക്കളും സന്ദീപ് വാര്യരെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ OK വാസുവിനെയാണ് CPM അന്ന് സ്വീകരിച്ചത്. അതും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലീഗ് നേതാക്കൾ പ്രതിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ VK ശ്രീകണ്ഠൻ MP പറഞ്ഞിരിക്കുന്നത് സന്ദീപ് വാര്യർ വിഷം ചീറ്റുന്ന ആൾ തന്നെയായിരുന്നു, പക്ഷേ അന്ന് BJP ആയിരുന്നു. അതൊക്കെ തന്നെ തിരുത്തിയാണ് അദ്ദേഹം വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നിരിക്കുന്നത്. അതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. CPMനെ അവർ ശക്തമായ ഭാഷയിൽ സന്ദീപിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശക്തമായ ഭാഷയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ AK ബാലൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം എടുത്തു പറയുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ സഖാവ് എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. അങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരാൾ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് CPM ഇപ്പോൾ നിലപാട് മാറ്റുന്നു എന്നൊരു രാഷ്ട്രീയ ചോദ്യം കൂടിയാണ് UDF ക്യാമ്പ് ഉന്നയിക്കുന്നത്. സ്മൃതി, ശരി, LDFിന്റെ നിലപാട് എന്താണെന്ന് പറയാൻ റോഷിബാലുണ്ട്. റോഷിബാൽ, LDF ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന പ്രതികരണം പല പത്രങ്ങളിലും പരസ്യം കൊടുത്തു. MP രാജേഷ് നേരത്തെ പറഞ്ഞത്, പക്ഷേ നിങ്ങൾ 2 പത്രങ്ങളെ മാത്രം എന്തുകൊണ്ടാണ് പറയുന്നതെന്ന്. പക്ഷേ ആ 2 പത്രങ്ങളിലല്ലേ ആ പരസ്യം കണ്ടിട്ടുള്ളൂ റോഷിബാൽ. സ്മൃതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDFിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ കൂടുമാറിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വിഷയം ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തി തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് ആണ് അത്തരം നീക്കം LDF നേതൃത്വം നടക്കുന്നതെന്ന വിമർശനം ഒരു ഭാഗത്ത് UDF ഉയർത്തുമ്പോഴും അതിൽ ഒരു നിലപാട് മാറ്റവുമില്ലാതെ ആ വിഷയത്തിൽ സന്ദീപ് വാര്യർ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയത്, ചാനൽ ചർച്ചകളിൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തി അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകം പ്രചരിപ്പിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു അവസാന ഘട്ടം എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൻ്റെ തലേന്നാൾ വജ്രായുധം എന്ന നിലയിൽ ഇത് പരസ്യമായി പ്രത്യേകിച്ച് 2 പത്രങ്ങൾ, അത് രണ്ടും സമസ്തയുമായി ബന്ധപ്പെട്ട പത്രങ്ങളാണ്. ആ 2 പത്രങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ ജാക്കറ്റ് പരസ്യം നൽകിയത്. ഇതുവഴി വലിയ രീതിയിൽ വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് LDFിനുള്ളത്. അതുകൊണ്ട് അത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് LDF നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം സന്ദീപ് വാര്യർ നിരന്തരം മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ, BJPയിൽ ഇത്രയേറെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ നേതാക്കളില്ല എന്ന വിലയിരുത്തൽ LDF നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ കൂടുമാറ്റം എങ്ങനെ LDFിന് അനുകൂലമാക്കാം എന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്തത് തന്നെയാണ് ഈ പരസ്യം. ഈ പരസ്യം അത് ചർച്ചയാകുമ്പോഴും അതിൻ്റെ നേട്ടം LDFിനാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പത്രം എല്ലാ വീടുകളിലും എത്തുന്നില്ല. പക്ഷേ അത് മാധ്യമങ്ങളിലൂടെ ചർച്ചയാകുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ആ പത്രപരസ്യം എത്തുന്നു. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ നേരത്തെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വീണ്ടും ചർച്ചയാകും എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് CPM നേതൃത്വമുള്ളത്. അത് ഗുണകരമാകും. പ്രത്യേകിച്ച് നാളെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുമ്പോൾ ഇത്രയേറെ വർഗീയത പറഞ്ഞ ഒരു വ്യക്തിയെ കോൺഗ്രസ് നേതൃത്വം
നേതൃത്വം ചേർത്ത് നിർത്തുന്നു, പ്രചാരണത്തിന് മുന്നിൽ നിർത്തുന്നു എന്ന രീതിയിൽ അത് ചിന്തിക്കുകയും അത് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ വോട്ടർമാരെ കൊണ്ട് നിലപാടെടുപ്പിക്കാൻ കഴിയും എന്നൊക്കെയാണ് LDFിൻ്റെ കണക്കൂട്ടൽ. ഏതായാലും വലിയ ചർച്ചയായി, വലിയ വിവാദമായി ഇത് വളർന്നു കഴിഞ്ഞു. നാളെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തുമ്പോൾ ഒരുപക്ഷെ ഇതിന് മറുപടിയായി UDF മറ്റൊരു പരസ്യം നൽകുമോ എന്നതടക്കം കാത്തിരുന്നു കാണേണ്ടി വരും. സ്മൃതി, തീർച്ചയായും BJPയുടെ നിലപാട് അറിയേണ്ടത് ദീപക് മലയമ്മയിലേക്ക്. ദീപക്, ഇപ്പോൾ BJPക്കെതിരെ ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് BJPയാണ് ഇതിന് പണം മുടക്കിയത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളെ സന്ദീപ് കാണാൻ പോയത് മുതൽ അതിൽ രൂക്ഷ വിമർശനങ്ങൾ BJP ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഗുണകരമാകും എന്നുള്ള വിലയിരുത്തലാണ് BJPയെ സംബന്ധിച്ച്, NDA ക്യാമ്പിനെ സംബന്ധിച്ച് ഉള്ളത് എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് ഈ 23-ാം തീയതി കഴിഞ്ഞാലും അവിടെ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് അല്പം മുൻപ് കൂടി BJP സംസ്ഥാന അധ്യക്ഷൻ പരിഹാസ രൂപേണ പറഞ്ഞിട്ടുള്ളതും 23-ാം തീയതി കഴിഞ്ഞതിന് ശേഷം സന്ദീപിനുള്ള മറുപടി നൽകാം എന്നുള്ള നിലപാട് കെ സുരേന്ദ്രൻ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ രാവിലെ തന്നെ ഈ കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതാണ് സ്ഥാനാർത്ഥി പറയുന്നത്. ഒപ്പം തന്നെ UDFന് ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് പറയാനുള്ളത് എന്നുള്ള ചോദ്യവും കൂടി NDA സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സന്ദീപ് വാര്യർ ഒരു നിലപാടുമായി നേരത്തെ മുന്നോട്ട് പോകുന്നു. ആ നിലപാടിൽ നിന്ന് പെട്ടെന്ന് മലക്കം മറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ആ നിലപാട് മാറ്റി കോൺഗ്രസിന്റെ ഭാഗത്ത് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇപ്പോൾ ഇന്ന് പത്രപരസ്യം വരുന്ന ഘട്ടത്തിൽ ആ നിലപാടുകളൊക്കെ മാറ്റിയത് കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മായുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ നടത്തിയ നീക്കം എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് NDA ക്യാമ്പിനുമുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിൽ ഇരു മുന്നണികളും തമ്മിൽ അവരുടെ പ്രശ്നം അടിച്ചു തീർക്കട്ടെ എന്നുള്ള ഒരു നിലപാട് കൂടി NDA ക്യാമ്പ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിന് NDA ക്യാമ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യവുമാണ്. അത് രാഷ്ട്രീയവും കൂടിയാണ്. ആ തരത്തിലാണ് ഇപ്പോൾ NDAയുടെ പ്രതികരണം പ്രധാനമായും വരുന്നത്. അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ നിലപാട് ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് മാറുന്നു. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, ആ നിലപാട് മാറിയതിനെ എന്നുള്ള നിലയ്ക്ക് സ്വീകരിച്ചുകൊണ്ട് UDF സന്ദീപ് വാര്യരെ സ്വീകരിക്കുമ്പോൾ അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള സമീപനമാണ് ഈ വിഷയത്തിൽ NDA മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, സന്ദീപ് വാര്യർക്ക് എതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ അതൊരു പത്രപരസ്യമായി വരികയാണ്. സരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നൽകിയിരിക്കുന്ന പരസ്യം എന്ന പേരിൽ തുടങ്ങുന്നുവെങ്കിൽ അതിൽ മുഴുവൻ സന്ദീപ് വാര്യർക്കെതിരായ വിമർശനങ്ങളാണ്. അതിൽ കൃത്യമായ അനുമതി തേടാതെയുള്ള പത്രപരസ്യം എന്നുള്ള വിവരങ്ങളടക്കം ഇതിനകം പുറത്തുവരികയാണ്.